എല്ലാവർക്കും ലീ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ്, ഗീ ഫ്രൈ. ഇതിന് വേണ്ടിയിട്ട് രണ്ട് ചേരുവകളാണ് ഉള്ളത്. ഞാൻ എടുത്തിരിക്കുന്നത് 2 നേന്ത്രപ്പഴമാണ്, നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ്. പിന്നെ കുറച്ച് നെയ്യും, വേറെ ഒന്നും ഇതിന് വേണ്ടതില്ല. ഇനി നമ്മൾക്ക് ഇത് ചിപ്സിന് അരിയണ മാതിരി വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമാണ്. ഞാൻ റൗണ്ടിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് പാൻ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാകുമ്പോൾ നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ നെയ്യിലിട്ടതാണ്. നമ്മളുടെ പഴം ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു സ്നാക്സാണ്. സ്പെഷ്യലി കുട്ടികൾക്ക്, നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. വെരി ടേസ്റ്റി സ്നാക്സാണ്, ഒപ്പം ഹെൽത്തിയും കൂടിയാണ്. ഇതിൽ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഷുഗറോ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.